മത്സരം തീരാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ലിയോണൽ സ്കലോണിക്ക് നന്ദി പറയുകയാണ് ആൽബേസ് സെലസ്റ്റകൾ. കാരണം ആ തന്ത്രം അത് വീണ്ടും ഫലിക്കുന്നു. മത്സരം ഒരു തരത്തിൽ ഡള്ളായി പോയപ്പോൾ അർജന്റീനയുടെ കയ്യിൽ നിന്ന് പോകുന്ന ഘട്ടത്തിൽ കൃത്യമായി ഗോൺസാലയും ഒപ്പം തന്നെ നിക്കോ ഗോൺസാലസിനെയും ഒപ്പം തന്നെ ലൗട്ടാറോ മാർട്ടിനസിനെയും ഒക്കെ തന്നെ ഇറക്കി ആക്രമണം ഘടിപ്പിക്കാനുള്ള ആ തീരുമാനം എക്സ്ട്രാ ടൈമിലേക്ക് ഇല്ലെങ്കിൽ ടൈ ബ്രേക്കറിലേക്ക് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് നീട്ടിക്കൊണ്ടുപോകേണ്ട അതിനു മുമ്പ് തന്നെ കളി തീർക്കണമെന്ന ആ തന്ത്രം എന്തായാലും ഇപ്പോൾ വിജയം കാണുന്നു. അർജന്റീന കളി പിടിക്കുന്നു. പക്ഷേ കാത്തിരിപ്പത് ഇനി അർജന്റീന ആരാധകർ ഒരേ ഒരു കാര്യത്തിൽ മാത്രമായിരിക്കും ഈ മത്സരത്തിൽ നിരാശപ്പെടുകയുണ്ടാവുക. ലിയോണൽ മെസ്സിയിൽ നിന്ന് ഒരു ഗോൾ വന്നില്ലല്ലോ എന്നുള്ളത്. കഴിഞ്ഞ ലോകകപ്പിൽ തുടങ്ങി തുടർച്ചയായ 8 മത്സരങ്ങളിൽ ലിയോണൽ മെസ്സി ഗോൾ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗോൾഡൻ ബൂട്ട് റേസിൽ കിലിയൻ എംബാപ്പയ്ക്ക് നേരിയ എഡ്ജുണ്ട്. 8 ഗോളുമായും ഒപ്പം തന്നെ 3 അസിസ്റ്റും ഉള്ളതുകൊണ്ട് മെസ്സിക്ക് ഇപ്പോൾ 8 ഗോളും 2 അസിസ്റ്റുമാണ്. തൊട്ട് പിന്നിലാണ് മെസ്സി. ഈ മത്സരത്തിൽ ഗോൾ നേടി 1ാം സ്ഥാനത്തേക്ക് തിരിച്ചെത്തുമെന്ന് കരുതിയവരാണ് എല്ലാ അർജന്റീന മെസ്സി ആരാധകരും. പക്ഷേ അതുണ്ടാവുന്നില്ല. പക്ഷേ ആശ്വാസത്തിന്റെ നിമിഷത്തിനിടയിലും അർജന്റീന മെസ്സി ആരാധകർക്ക് ഏക സങ്കടം അത് മാത്രമാവും എന്ന് തന്നെയാണ്. മത്സരം എപ്പോൾ വേണമെങ്കിലും തീരാം. ഇതാ മത്സരത്തിന്റെ ഫൈനൽ വിസൽ മുഴങ്ങിയിരിക്കുന്നു. അർജന്റീന ലോക ചാമ്പ്യന്മാർ സെമിയിലേക്ക് മുന്നേറുന്നു. അർജന്റീനയെ തടയാൻ ചുപ്പടയ്ക്കും ആവുന്നില്ല. വിയർത്തെങ്കിലും വിറച്ചെങ്കിലും മെസ്സിപ്പട അടുത്ത റൗണ്ടിലേക്ക് സെമിയിലേക്ക് അവസാന നാലിലേക്ക് മുന്നേറുന്ന കാഴ്ച. അലക്സിസ് മാക്കലിസ്റ്ററിലൂടെ മുന്നിലെത്തുന്നു. പിന്നീട് എൻഡോയ് തിരിച്ചടിക്കുന്നു. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക്. അവിടെ അർജന്റീനയുടെ 2 സ്ട്രൈക്കർമാരും ഗോൾ കണ്ടെത്തുന്നു. ആദ്യം ഹൂലിയൻ അൽവാരസിന്റെ ഒരു കിട്ടിലൻ മഴവിൽ ഗോൾ. അതിനുശേഷം ഒരു ക്ലാസിക് ഫിനിഷുമായി ലൗട്ടാറോ മാർട്ടിനസ്. അങ്ങനെ 3-1 മിന്നും ജയത്തോടുകൂടി അർജന്റീന ഒരുക്കിയ ആ കോട്ട പൊളിച്ച് ആ പ്രതിരോധ കോട്ട പൊളിച്ച് അർജന്റീന മുന്നേറുന്ന കാഴ്ച കാണുന്നു. എല്ലാ ബ്രസീൽ, പോർച്ചുഗൽ, ഫ്രാൻസ് ആരാധകർക്ക് ഈ ഒരു ദിവസം കൂടി വിശ്രമിക്കണം. അടുത്ത മത്സരത്തിൽ ഇനി നോക്കാം. കാരണം അർജന്റീനയുടെ തന്നെ ഫിഫയെ പറഞ്ഞവരൊക്കെ തന്നെ ഇന്ന് നടന്ന കളി അത് അത്തരത്തിൽ ഒന്നാണ്. സ്വിറ്റ്സർലൻഡിന്റെ ഏറ്റവും മനോഹരമായ പ്രകടനം. അതാണ് നേരത്തെ ടീമെന്ന് പറഞ്ഞത്. നമ്മൾ ഈ കളി ഇത്രയും ആവേശകരമായത് സ്വിറ്റ്സർലൻഡിന്റെ ടീമിന്റെ ഭാഗത്തുള്ള മനോഹരമായ പ്രകടനം തന്നെയാണ്. അവസാന നിമിഷങ്ങളിലാണ് അർജന്റീനയ്ക്ക് ആധികാരികമായ ഒരു ജയമുണ്ടായത്. പന്ത് പലപ്പോഴും സ്വിറ്റ്സർലൻഡിന്റെ കയ്യിൽ തന്നെയായിരുന്നു. അർജന്റീന ആരാധകർ മതിമറന്ന് ആഘോഷിക്കുകയാണ്. ഒരുപക്ഷെ കൈവിട്ടു പോയിരുന്ന കളി അത് തിരിച്ചു പിടിച്ചതിന്റെ ആഘോഷം, ആവേശമാണ്. ആ വെള്ളയും നീലയും കുപ്പായമണിഞ്ഞ ആൽബേസ് സെലസ്റ്റകൾ ആഘോഷിച്ച് മതിമറന്ന് ആഘോഷിക്കുന്നത്. 2 മത്സരങ്ങൾ കൂടി അതുകൂടി ജയിക്കണം അർജന്റീനയ്ക്ക്. ആ വിശ്വകിരീടം ഒരിക്കൽ കൂടി ചൂടാൻ. കയ്യിലിരുന്ന ആ കിരീടം അത് കൈവിട്ടു പോകുമോ എന്ന വലിയ ആശങ്ക കഴിഞ്ഞ 3 മത്സരങ്ങളിലും തന്നതാണ്. 3 മത്സരങ്ങളിലും വലിയ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചാണ് അർജന്റീന കയറി വന്നത്. എന്തായാലും കേപ്പ് വെർദെക്കെതിരെ 3-2 ജയം, അതിനുശേഷം ഈജിപ്തിനെതിരെ 3-2 ജയം. ഇത്തവണ ഒന്നുകൂടി മികച്ച വിജയം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു ഗോൾ കുറവേ വഴങ്ങിയിട്ടുള്ളൂ. 3-2. ഇപ്പോൾ തൃപ്രയാറിലെ കാഴ്ചയാണ്, ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. കായികമന്ത്രി ജനീഷും ഒപ്പം തന്നെ TN പ്രതാപൻ അടക്കമുള്ളവർക്ക് ഇപ്പോഴേ കപ്പ് ഉയർത്തിയ അവസ്ഥയാണ്. 2 മത്സരങ്ങൾ കൂടി കഴിയണം അർജന്റീനയ്ക്ക് പക്ഷേ കപ്പെടുക്കാൻ. എന്തായാലും ഈ മത്സരത്തെക്കുറിച്ചും പരാതികൾ ഉറപ്പാണ്, അതിന് തർക്കമില്ല. എംബോളയ്ക്കുള്ള ആ റെഡ് കാർഡ് അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിക്കാട്ടി വീണ്ടും എതിരാളികൾ വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഈ നിമിഷം അത് ആ സ്റ്റേഡിയത്തിൽ കാൻസസ് സിറ്റിയിൽ ഒരു നീലമയമായി മാറുന്ന, ഒരു നീലക്കടലായി മാറുന്ന കാഴ്ച ഒരിക്കൽ കൂടി മെസ്സിപ്പട അതിജീവിച്ച് കടന്നുകൂടി എന്ന് തന്നെ വിശേഷിപ്പിച്ചാലും തെറ്റില്ല. അങ്ങനെ കടന്നുകൂടി പോകുന്നു. ലിയോണൽ മെസ്സി കഴിഞ്ഞ മത്സരത്തിൽ കണ്ണീരണിഞ്ഞാണ് വിജയം ആഘോഷിച്ചെങ്കിൽ ഇത്തവണ മെസ്സിയുടെ മുഖത്ത് നിറച്ചിരി കാണാം. മെസ്സി തൻ്റെ ജേഴ്സി ഊരി ആരാധകരെ, ആൽബേസ് സെലസ്റ്റകളെ ആവേശത്തോടെ വീശി കാണിച്ച് ആഘോഷിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.